ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പാർട്ടിയുടെ ആ ഒരു ലഹരിയിൽ സുധിയും ശ്രീകാന്തും കൂടി സച്ചിയേട്ടനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ മദ്യപിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സച്ചി ആദ്യം വഴങ്ങുന്നൊന്നുമില്ല. അന്നേരമാണ് ശ്രീകാന്ത് വരുന്നത്. സച്ചിയേട്ട, ഞാൻ നേരത്തെ തന്നെ പറയണമെന്ന് വിചാരിച്ചതാണ്. ഈ വേഷത്തിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ തട്ടിവിടുകയാണ്. സുധിയും ശ്രീകാന്തും അപ്പോഴേക്കും അത്യാവശ്യം അങ്ങ് കുടിച്ചിട്ടുണ്ടാവും. സുധി ഉടനെ തന്നെ അങ്ങ് കയറി പറഞ്ഞു, എടാ അവൻ എങ്ങനെ സുന്ദരനാവാതിരിക്കും? ഞാൻ വാങ്ങിക്കൊടുത്ത കോട്ടും സൂട്ടല്ലേ അവൻ ഇട്ടിരിക്കുന്നത്? ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിന് വാങ്ങിച്ചതാണ്. അപ്പൊ പിന്നെ ഭംഗി ഇല്ലാതിരിക്കുമോ എന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നു. ദേ ശ്രീകാന്തെ, മര്യാദയ്ക്ക് ഇവനോട് ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോയിക്കോ, അല്ലെങ്കിൽ ഇവൻ എന്റെ കയ്യിൽ നിന്നും നല്ലോണം അങ്ങ് മേടിക്കുമെന്നൊക്കെ സച്ചി പറഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ഒന്ന് പതറി. അവൻ സുധിയെ വിളിച്ച്, വാ സുധിയേട്ട, നമുക്ക് അഭിലാഷ് സാറിന്റെ അടുത്തേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് മുങ്ങി. സച്ചി അവിടെ ഒറ്റയ്ക്കിരുന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് പെട്ടെന്ന് ആനന്ദ് വരുന്നത്. സാർ, നിങ്ങൾ വീണ്ടും കുടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏയ് അല്ലടാ, ഇത് വെറും പച്ചവെള്ളമാണ്. ആനന്ദ് വിട്ടില്ല. ഹോ, അത് നന്നായി. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി സാറിനോട് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സഹിക്കെട്ട സച്ചി അവിടെ ഇരുന്ന് കുറേ ഗ്ലാസ്സിലെ മദ്യമൊക്കെ അങ്ങ് എടുത്ത് ഒറ്റയടിക്കങ്ങ് കുടിച്ചു. എന്നിട്ട് ആനന്ദിനോട് ചോദിക്കൂ, ഹാ, ഞാൻ കുടിക്കാത്തത് കൊണ്ടല്ലേ നീ ഇത്ര നേരം എന്നെ വന്നിങ്ങനെ ചൊറിഞ്ഞത്? ഇനി നീ ആരോട് വർത്തമാനം പറയും? ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി അവനെ അവിടെ നിന്നങ്ങ് ഓടിപ്പിച്ചു വിട്ടു. അപ്പോഴാണ് ശ്രുതി ഡോറ് തുറന്ന് നോക്കുന്നത്. സച്ചി കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം സച്ചി കുടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നിർത്തില്ല എന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. ആ ഗ്യാപ്പിൽ അവന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു ഫോൺ അടിച്ചു മാറ്റാൻ എളുപ്പമാണ്. സച്ചി കുടിച്ച് ആകങ്ങനെ മൂഡിലായി. അഭിലാഷ് സാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുടിച്ചാടി വരുന്ന സച്ചിയെ കണ്ട് ശ്രീകാന്തും സുധിയും ഒരു ഞെട്ടലോട് കൂടെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അഭിലാഷ് സാർ ചോദിച്ചു, സച്ചി, നീ അല്ലേ പറഞ്ഞത് നീ കുടിക്കില്ല എന്ന്? സച്ചി ഉടനെ തട്ടിവിട്ടു. സാർ, നിങ്ങളെപ്പോലെയുള്ളവർ ഇത്രയും വലിയൊരു ബിസിനസ്സിൽ ഇത്രയും വലിയൊരു പാർട്ടിക്ക് കുടിക്കാൻ പറയുമ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റും സാർ? നിങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്തിന് എനിക്കിത് എങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റും? അത് കേട്ട ഉടനെ സുധിയും ശ്രീകാന്തും ഒക്കെ കൂടി പിന്നെ അവിടെ 4 പേരും കൂടി നല്ല കമ്പനിയായിട്ട് അങ്ങ് ആഘോഷം തുടർന്നു. ഇതേ സമയത്ത് തന്നെ മീര രേവതിക്കും വർഷക്കും ഭക്ഷണം കൊടുത്തു. പക്ഷേ രേവതി അതൊന്നും തന്നെ കഴിക്കാത്ത പുറകോട്ട് നിന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്താ രേവതി ചേച്ചി, സച്ചിയേട്ടനെ കാണാനിട്ടാണോ എന്ന് മീര ചോദിച്ചപ്പോൾ വർഷ പറയുന്നുണ്ട്, അതൊന്നുമല്ല മീരെ, സച്ചിയേട്ടൻ ഇനി അവിടെ പോയിട്ട് വല്ലതും കുടിക്കുമോ എന്നോർത്തുള്ള വിഷമമായിരിക്കും. രേവതി ഉടനെ പറഞ്ഞു, ഏയ് അതൊന്നുമല്ല, അച്ഛന് വാക്ക് കൊടുത്തതാണ് കുടിക്കില്ല എന്ന്, അതുകൊണ്ട് കുടിക്കില്ല എന്നതിന് കുറപ്പാ. പക്ഷേ അവിടെ ഒറ്റയ്ക്കല്ലേ, ഇനി ഭക്ഷണം ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടേ, ഞാൻ അതോർത്തൊരു സങ്കടപ്പെട്ടതാണെന്ന് പറയും. മീര അവരെ സമാധാനിപ്പിച്ചു. എന്തൊറ്റയ്ക്ക്, അവിടെ കുറേ ആളുകളില്ലേ, രേവതി കഴിക്ക്, സച്ചിയേട്ടൻ വന്നോളുമെന്ന് പറഞ്ഞ് മീര പോയി. പക്ഷേ സച്ചി അവിടെ രേവതിയെയോ അച്ഛനെയോ ഒന്നും തന്നെ ഓർക്കാതെ സുധീരെയും അഭിലാഷ് സാറിന്റെയും കൂടെ കട്ട ആഘോഷത്തിലായിരിക്കും. അഭിലാഷ് സാറിന് സച്ചിയുടെ വർത്തമാനം വല്ലാതങ്ങ് ബോധിച്ചിട്ടുണ്ടാവും. എനിക്ക് നിന്റെ അനിയനെ ഭയങ്കരമായി ഇഷ്ടായി, അവന്റെ സംസാരം ഭയങ്കര രസമാണ് എന്ന് അഭിലാഷ് സാർ പറയുന്നത് കേട്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അവിടെ സച്ചിയുടെ വക പാട്ടും ഡാൻസും ആട്ടും കൂത്തും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആഘോഷം അങ്ങനെ പൊടി പൊടിച്ചു. അഭിലാഷ് സാറിനെ കൂട്ടി സച്ചി നല്ലൊരു ഡാൻസ് ഒക്കെ കളിച്ചു തുടങ്ങി. സച്ചി തന്റെ ഫോണിൽ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഓർമ്മകളായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സച്ചി വീഡിയോ പകർത്തുന്നത്. ശ്രുതി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മീര വന്നപ്പോൾ ശ്രുതി പറഞ്ഞു, മീരെ, നീ പോയി സച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്ക്, നമുക്ക് വീഡിയോ എടുത്തു കൊടുക്കാമെന്ന് എന്ന് പറയും. സച്ചി ഡാൻസിന്റെയും പാട്ടിന്റെയും ഇടയിൽ മീരക്ക് ഫോൺ അങ്ങ് കൊടുത്തു. മീര വീഡിയോ എടുക്കുന്നതിൽ തന്നെ ശ്രുതി മെല്ലെ ഫോൺ കൈക്കലാക്കി അതിൽ വീഡിയോ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ സമയം സച്ചിയുടെ പാട്ട് കഴിഞ്ഞിരുന്നു. സച്ചി പെട്ടെന്ന് ഓടി വന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്നും ഫോണ് പിടിച്ചു വാങ്ങിച്ചു. എന്റെ ഫോൺ എന്തിനാ നീ എടുക്കുന്നത്, ഇങ്ങോട്ടേക്ക് തന്നെ എന്ന് പറഞ്ഞ് സച്ചി പെട്ടെന്ന് തന്നെ അതങ്ങ് വാങ്ങിച്ചു കൊണ്ടുപോയി. ശ്രുതിക്ക് ആ ഒരു വീഡിയോ ഒന്നും തന്നെ അതിൽ നിന്നും കിട്ടിയില്ല. അവൾ മനസ്സിൽ പറഞ്ഞു, എന്തായാലും ഈ ഫോൺ ഞാൻ ഇന്ന് തന്നെ എടുക്കുമെന്ന്. പാട്ടൊക്കെ കഴിയുമ്പോഴും അഭിലാഷ് സാർ പറഞ്ഞു, സച്ചി, നീ എന്തൊരു വൈബാടാ, നിന്റെ കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറിന്റെ സ്നേഹം കണ്ടപ്പോൾ സച്ചിക്കൊരു വശത്ത് സന്തോഷവും മറുവശത്ത് സങ്കടവും വന്നു. കുടിച്ചതുകൊണ്ട് തന്നെ സച്ചിയുടെ സകല കൺട്രോള് പോയി. അവൻ അവിടെ പൊട്ടിക്കരയാൻ തുടങ്ങി. അഭിലാഷ് സാർ ചോദിച്ചു, എന്താ സച്ചി, എന്തു പറ്റി, താൻ എന്തിനാ ഇങ്ങനെ കരയുന്നത്? സച്ചി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം സാർ, സാറിനെ പോലെ ഇത്രയും നല്ലൊരു മനുഷ്യനോട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അഭിലാഷ് സാർ ചോദിച്ചു, താൻ എന്ത് ചെയ്തു സച്ചി, പറ. സച്ചി പറഞ്ഞു, ഞാൻ സാറിനോടൊരു കള്ളം പറഞ്ഞു എന്ന്. ഇത് കേട്ടപ്പോൾ ശ്രുതിയും സുധിയും ആകങ്ങനെ പേടിച്ച് വരച്ച് 2 പേരും ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ നോക്കി നിൽക്കാണ്. തങ്ങളുടെ ഡീലർഷിപ്പ് പോകുമോ എന്നോർത്തുകൊണ്ടായിരിക്കും അവരുടെ ടെൻഷൻ. സുധി ഉടനെ തന്നെ പറഞ്ഞു, എടാ സച്ചി, നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ,
നീ പോയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും മാറ്റാൻ നോക്കി. സച്ചി അവനെ തള്ളി മാറ്റി. എടാ നീ എന്നെ വിടടാ സുധി, ഇങ്ങനെ ഒരാളോട് പച്ചക്കള്ളം പറയാനൊന്നും പാടില്ല. സർ, എനിക്ക് 50 കാറൊന്നുമില്ല, ആകെ 2 ഉള്ളൂ. അതാണെങ്കിൽ ഡ്യൂവിലും. എനിക്ക് ട്രാവൽ ഏജൻസി ഒന്നുമില്ല സർ. അഭിലാഷ് സർ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. സച്ചി അവിടെ കൊണ്ടൊന്നും നിർത്തിയില്ല. അവൻ ശ്രീകാന്തിനെ കുറിച്ചുള്ള സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. എൻ്റെ അനിയൻ ശ്രീകാന്ത് ഉണ്ടല്ലോ, അവൻ ഹോട്ടൽ ഉടമയൊന്നുമല്ല, അവൻ ഒരു ഹോട്ടൽ ഷെഫായിട്ട് ജോലി ചെയ്യുന്നവനാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സുധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആനന്ദ് പറയുന്നുണ്ട്, നിന്റെ അനിയൻ കാരണം നിനക്ക് കിട്ടിയ ഡീലർഷിപ്പൊക്കെ ഇപ്പൊ കൈവിട്ടു പോകുമെന്ന്. അഭിലാഷ് സർ ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞത്? സച്ചി പറഞ്ഞു, എല്ലാം എൻ്റെ ചേട്ടൻ സുധിക്ക് വേണ്ടിയിട്ടാണ് സർ. അവന് ആ ഒരു ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. ചേട്ടൻ ആദ്യമായിട്ട് എന്നോട് ചോദിച്ച സഹായമല്ലേ, അതുകൊണ്ട് കൊടുക്കണ്ടേ? ഈ കോട്ടും സ്യൂട്ടൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഞാനൊരു ക്യാബ് ഡ്രൈവറാണ് സർ. സച്ചി ഭയങ്കര സങ്കടത്തിൽ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. എൻ്റെ ഭാര്യ രേവതി, അവൾക്ക് സ്വന്തമായിട്ട് പൂന്തോട്ടമൊന്നുമില്ല. അവൾ ഒരു പൂക്കട നടത്തുകയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം സർ. സച്ചി സാറിനോട് മാപ്പ് അപേക്ഷിച്ചു. സുധി സർ അവൻ കുടിച്ചിട്ട് പറയുന്നതായെന്ന് തടയാൻ നോക്കിയെങ്കിലും സച്ചി സമ്മതിച്ചില്ല. സർ, അവൻ ജോലിയിൽ മുന്നേറാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാ. അവൻ നല്ല കഴിവുള്ളവനാ. അവൻ ആ ഓർഡർ കൊടുക്കണം സർ എന്ന് സച്ചി അപേക്ഷിച്ചു. സച്ചിയുടെ സത്യസന്ധത കണ്ടപ്പോൾ അഭിലാഷ് സാറിന് അവനോട് വല്ലാത്തൊരു മതിപ്പ് തോന്നി. ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് പലരും കള്ളം പറയാറുണ്ട്. പക്ഷേ ഒരാളെ സഹായിക്കാൻ വേണ്ടി പോലും ഒരു കുടുംബം മുഴുവൻ കള്ളം പറയുന്നത് ഇതാദ്യമായിട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. സച്ചി ഒരു പാവമാ. സച്ചി, നീ ഒരു പാവമാണ്. നിന്റെ ഈ സത്യസന്ധത എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സുധി, ഞാൻ നിന്റെ കഴിവ് കണ്ടിട്ടാണ് ഈ ഡീലർഷിപ്പ് തരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ സച്ചിയുടെ ഈ ഒരു വ്യക്തിത്വം കാരണം ഞാൻ നിനക്ക് ഈ ഡീലർഷിപ്പ് തരികയാണ്. സുധിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സുധി, നിന്റെ അനിയൻ കാരണമാണ് നിനക്ക് ഈ ഒരു ഡീലർഷിപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് നീയും അവനെ പോലെ ആവാൻ നോക്ക്. നീയും അവനെ പോലെ സത്യസന്ധനാവാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് സാറ് ഉപദേശിച്ചു. സച്ചി കൈകൂപ്പി നിൽക്കുകയാണ്. സാറ് സച്ചി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോയി. അഭിലാഷ് സാറ് പോയതോടുകൂടി തന്നെ സച്ചി സുധിയോട് പറഞ്ഞു, കണ്ടോടാ, ഞാൻ പറഞ്ഞില്ലേ അവസാനം സത്യമേ ജയിക്കൂ എന്ന്. സുധിക്ക് അതൊക്കെ കേട്ടപ്പോൾ നല്ല ദേഷ്യം വന്നു. നീ വായടച്ചേ സച്ചി, എല്ലാം കൂടി നീ കുളമാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധി അങ്ങ് ചൂടാവുന്ന സമയത്തന്നെ ശ്രീകാന്ത് അവനെ അവിടെ നിന്നങ്ങ് മാറ്റി നിർത്തി. പിന്നീട് കാണിക്കുന്നത് രേവതി ഡ്രസ്സൊക്കെ മാറി വരുന്നതാണ്. സച്ചി നല്ലോണം കുടിച്ചിങ്ങനെ പാറി വരുന്നത് കണ്ടപ്പോഴേക്കും രേവതി ആകെ ഇങ്ങനെ ഷോക്കേറ്റ് തരിച്ചു നിൽക്കുകയാണ്. രേവതിയെ തിരിച്ചറിയാൻ പോലും സച്ചിക്ക് കഴിയുമായിരുന്നില്ല. മാഡം പോയിക്കോളൂ, ഞാൻ വഴി ഒതുക്കി തരുന്നിട്ടുണ്ട് എന്ന് സച്ചി പറഞ്ഞപ്പോൾ രേവതിക്ക് നല്ല അങ്ങ് ദേഷ്യം വന്നു. സച്ചിയേട്ടാ, ഇത് ഞാനാണ് രേവതി എന്ന് പറഞ്ഞപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അയ്യോ രേവതി, ഇത് നീ ആയിരുന്നോ? നീ ആളാകെ മാറിയല്ലോ. അന്നേരം രേവതി ചൂടായി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സച്ചിയേട്ടൻ കുടിച്ചല്ലേ? എന്നോട് ഇത്രയും സ്നേഹമുള്ളൂ? സച്ചി പതുക്കെ പറഞ്ഞു, ഇല്ല രേവതി, ഒരുത്തൻ എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാ. പക്ഷേ അതുകൊണ്ടൊരു നല്ല കാര്യം നടന്നു. ഞാൻ അഭിലാഷ് സാറിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി ഞെട്ടിപ്പോയി. സച്ചിയേട്ടാ, ഇതെന്താ ഈ പറയുന്നത്? പേടിക്കേണ്ട രേവതി, അദ്ദേഹം എൻ്റെ സത്യസന്ധത കണ്ടിട്ട് സുധിക്ക് ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. സുധിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവനാകെ പേടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞത് അനിയൻ്റെ സ്വഭാവം കണ്ടിട്ടാണ് ഓർഡർ തരുന്നത് എന്നാണ്. രേവതിക്ക് വല്ലാത്ത സന്തോഷമായത് കേട്ടപ്പോൾ. അന്നേരം രാവിലെ തൊട്ട് നമ്മൾ അഭിനയിച്ചതൊക്കെ വെറുതെ ആയില്ലേ എന്ന് ചോദിക്കാണ് രേവതി. സാരമില്ല, ഒരാളെ പറ്റിച്ചിട്ട് ആ ഒരു സന്തോഷമൊന്നും നമുക്ക് വേണ്ട. അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇപ്പം ഏതായാലും എനിക്ക് സമാധാനമായി എന്ന് പറയാണ് സച്ചി. അങ്ങനെ സച്ചിയും രേവതിയും ആ മുറിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തിനെ പുറത്ത് ശ്രുതിയുടെ ഉള്ളിൽ പക കത്തുകയായിരുന്നു. അഭിലാഷ് സാറിന്റെ ഡീലർഷിപ്പ് സുധിക്ക് കിട്ടിയത് സച്ചിയുടെ സത്യസന്ധത കൊണ്ടാണെന്ന സത്യം അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അതിലുപരി ആ വീഡിയോ സച്ചി അറിയാതെ ഫോണിൽ നിന്നും പകർത്തിയ ആ ഒരു തെളിവ്, അതായിരുന്നു അവളുടെ ഏക ലക്ഷ്യം. അന്ന് രാത്രി വൈകി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ശ്രുതി മെല്ലെ സച്ചിയുടെ മുറിയിലേക്ക് പതിഞ്ഞു ചെന്നു. സച്ചി നല്ലോണം കുടിച്ചതുകൊണ്ട് തന്നെ ഒട്ടും ബോധമില്ലാതെ കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. രേവതിയും തളർന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. സൈഡ് ടേബിളിൽ ഇരുന്ന സച്ചിയുടെ ഫോൺ ശ്രുതി ലാഘവത്തോടെ എടുത്തു. വിറക്കുന്ന കൈകളോടെ ഗാലറി തുറന്ന് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് തന്റെ ഫോണിലേക്ക് അങ്ങ് ഷെയർ ചെയ്തു. ഒരു നിമിഷം അവൾക്ക് ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ എന്ന് അവൾ ആലോചിച്ചുവെങ്കിലും പെട്ടെന്ന് സച്ചി ഒന്ന് തിരിഞ്ഞു കിടന്നു. അവൾ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് വേഗം മുറിയിലേക്ക് ഓടി. പിറ്റേന്ന് രാവിലെ സന്തോഷത്തോടെയും പുതിയൊരു ഉന്മേഷത്തോടെയും ഉണർന്നു വന്ന സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി, ഇന്നു മുതൽ എനിക്ക് ആരെയും പേടിക്കേണ്ടതില്ലല്ലോ. കാർ ഓടിക്കാൻ പോകുമ്പോഴും നെഞ്ചു വിരിച്ചു നിൽക്കാം. പക്ഷേ ആ സന്തോഷം അധിക നേരമൊന്നും നീണ്ടു നിന്നില്ല. പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്നപ്പോൾ ശ്രുതിയുടെ മുഖത്ത് ഒരു ഗൂഢചിരി ഉണ്ടായിരുന്നു. പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു വണ്ടി വന്നു നിന്നു. അത് ആനന്ദായിരുന്നു. കൂടെ 2 പോലീസുകാരും ഉണ്ടായിരുന്നു. എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. അഭിലാഷ് സാറിന്റെ കമ്പനിയിൽ നിന്നും ചില ഫയലുകളും പണവും കാണാതായതും അവസാനമായി അവിടെ പാർട്ടിക്കുണ്ടായിരുന്ന സച്ചിയെയും ശ്രുതിയെയും സംശയിക്കുന്നുണ്ട് എന്ന് ആനന്ദ് പറഞ്ഞു.
അത് കേട്ടപ്പോൾ ശ്രുതി ആകങ്ങ് വിളറി വെളുത്തു പോയി. സച്ചി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല സർ, എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയും. പക്ഷേ ആനന്ദ് ചിരിച്ചുകൊണ്ട് തന്നെ ശ്രുതിയെ നോക്കി. ശ്രുതി തൻ്റെ ഫോൺ എടുത്ത് പോലീസിന് നൽകി. സർ, സച്ചി സാറിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞതാണ്. അവനൊരു ഡ്രൈവർ മാത്രമാണെന്ന സത്യം അവൻ തന്നെ സമ്മതിച്ചല്ലോ. അവൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയായിരുന്നു. സച്ചി തൻ്റെ ഫോണിലെ വീഡിയോ ഉണ്ടോ എന്ന് ഓർത്ത് ഗാലറി നോക്കിയപ്പോൾ ആ വീഡിയോ ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. ശ്രുതി അത് നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ രേവതി തടഞ്ഞു. അവൾ ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു, സച്ചിയേട്ടൻ സത്യസന്ധനാണ്. അഭിലാഷ് സാറിന് അതറിയാം. സാറിനെ വിളിച്ചു ചോദിക്കൂ എന്ന് പറയും. പക്ഷേ അഭിലാഷ് സാർ അപ്പോഴേക്കും വിദേശത്തേക്ക് തിരിച്ചു പോയിരുന്നു. അന്നേരം സച്ചി ആകെ തകർന്നു പോയി. തൻ്റെ സത്യസന്ധത പോലും മറ്റുള്ളവർ തനിക്കെതിരെ ആയുധമാക്കുമെന്ന് അവൻ ഒരിക്കലും തന്നെ കരുതിയിരുന്നില്ല. എങ്കിലും അപ്രതീക്ഷിതമായി മീര അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവളുടെ കയ്യിൽ സച്ചിയുടെ പഴയൊരു ഫോണുണ്ടായിരുന്നു. സച്ചിയേട്ടാ, ഇതിൽ നിങ്ങളെടുത്ത വീഡിയോ ബാക്കപ്പായി ഈ ഫോണിലെ പഴയ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഡാൻസ് കളിക്കുമ്പോൾ പിന്നിൽ ആനന്ദ് ഫയലുകൾ മാറ്റുന്നത് വ്യക്തമായി കാണാം. മീര അത് പ്ലേ ചെയ്തു. ആനന്ദിന്റെയും ശ്രുതിയുടെയും മുഖം അങ്ങ് വിളറി വെളുത്തു. സച്ചി ആശ്വാസത്തോടെ രേവതിയെ നോക്കി. സത്യം അങ്ങനെ വീണ്ടും ജയിച്ചു. സച്ചിയുടെ കയ്യിൽ നിന്നും ശ്രുതിക്ക് അതൊട്ടും തന്നെ തട്ടിയെടുക്കാനുമായില്ല. സച്ചി പുഞ്ചിരിയോടുകൂടി തന്നെ രേവതിയോട് പറഞ്ഞു, കണ്ടോ രേവതി, ചതിക്കാൻ ശ്രമിക്കുന്നവർക്ക് ദൈവം തന്നെ തിരിച്ചടി കൊടുക്കും. അങ്ങനെ സച്ചി രക്ഷപ്പെടുന്നതും ശ്രുതി കുടുങ്ങുന്നതുമായിട്ടുള്ള അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.